Hello friends, welcome to my channel. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴമടുക്ക് അല്ലെങ്കിൽ അടുക്ക് പത്തിരി എന്ന് പറയുന്ന പലഹാരമാണ്. നല്ല ടേസ്റ്റിയും നല്ല എളുപ്പമാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം ഒന്ന് ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 എടുത്തോളൂ. എന്നിട്ട് വളരെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. ഒത്തിരി മധുരത്തിലല്ല ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അത് വഴറ്റിയെടുക്കണം പഞ്ചസാരയിൽ. ഇപ്പോൾ പഴം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1/4 കപ്പ് നാളികേരം ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പഴവും നാളികേരമൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പഴവും അതുപോലെ നാളികേരവും പഞ്ചസാരയൊക്കെ ചേർന്ന് നന്നായിട്ട് നല്ല അടിപൊളി ഫില്ലിംഗ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് നമ്മളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. പഴമൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഈ ഫില്ലിംഗ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു കവറിങ്ങും കൂടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അടുക്കടുക്ക് പോലെയായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഫില്ലിംഗ് ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് 2 മുട്ട, ഒരു നുള്ള് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക വേണ്ടൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1/4 കപ്പ് മൈദ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. കട്ടയില്ലാത്ത ബാറ്ററായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടയൊന്നുമില്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ കട്ടയൊന്നുമില്ലാതെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴമടുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അതിൽ നന്നായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നെയ്യാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം, ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി കട്ടിക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇത്തിരി കട്ടി കുറവിന് തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ലത്. അപ്പോഴാണ് ആ ഒരു അടുക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ കട്ടി കൂടുതലിനേക്കാൾ നല്ലത് കട്ടി കുറവിലാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് അതിങ്ങനെ കുക്കായി സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കുക്കായി വന്ന് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആ സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ നന്നായിട്ട് അത് ഉടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ എളുപ്പത്തിന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി തിക്നെസ്സിൽ നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പാടില്ല. കാരണം ഇത് അടുക്കടുക്കായിട്ട് ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് എന്നിട്ട് ചെറുതായി ഒന്ന് കുക്കായി വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അതിങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ മുട്ടച്ചോറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ മടക്കി കൊടുത്തതിൻ്റെ ആ ഭാഗത്ത് വീണ്ടും നെയ്യ് പറ്റിയിട്ട് നെയ്യ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മടക്കിയ ആ ഭാഗത്ത് കൂടി ആവുന്ന വിധത്തിൽ വേണം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്കതിങ്ങനെ വിട്ടു പോരാതെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് യോജിച്ചിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഭാഗത്തേക്കൊന്ന് ആ പാനൊന്ന് ചെരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ബാറ്റർ ആ ഭാഗത്ത് നന്നായിട്ട് മുട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് വരാനായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഈ സൈഡിലും നമുക്കിങ്ങനെ ആ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് കനം കുറച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി തിക്നെസ്സിൽ വെച്ച് കൊടുക്കരുത്. അപ്പോൾ ആ ഭാഗം പൊട്ടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാൻ ഒത്തിരി ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ തോതിൽ നമ്മളതൊന്ന് ഫില്ലിങ് റെഡിയാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഭാഗത്തേക്ക് കവർ ചെയ്ത് കൊടുക്കുക. പതിയെ വേണം കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ആ സൈഡിൽ നെയ്യ് പുരട്ടി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ട് നെയ്യ് പുരട്ടാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് അത് മടക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ആദ്യം ആ സൈഡിൽ കുറച്ച് ഫില്ലിങ് കുറച്ച് കൂടുതലായതുകൊണ്ട് മടക്കിയപ്പോൾ അത് ചെറുതായി പൊട്ടി. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഭാഗത്ത് കുറച്ചുകൂടി ഒന്ന് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ആ പൊട്ടലൊന്നും അത്ര കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും, കവറായി കിട്ടും.
അങ്ങനെ ബാറ്റർ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കുക്കായി വരുമ്പോൾ വീണ്ടും നമ്മൾ അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക, സെൻറ്ററിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാറ്റർ തീരുന്നത് വരെ രണ്ട് സൈഡിലായിട്ട് മാറി മാറി നെയ്യ് പുരട്ടി മാവ് ഒഴിച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ ഒഴിക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് അവിടെ നിന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് ഇരിക്കുമ്പോൾ തന്നെ അത് കുക്കായി കിട്ടും. അങ്ങനെ കുക്കാവാതിരിക്കില്ല. ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ കവർ ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് അത് ഫുള്ളായിട്ട് നന്നായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ വീണ്ടും നെയ്യ് പുരട്ടിയിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ ലെയേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് വട്ടം കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു ലെയറും കൂടി ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും എൻ്റെ ബാറ്ററൊക്കെ തീർന്നു കേട്ടോ. ബാറ്ററും ഫില്ലിങ്ങൊക്കെ തീർന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അടുക്കിൻ്റെ എണ്ണത്തിനും വ്യത്യാസം വരാം. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തതിന് ശേഷം ബാക്കി ബാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൈഡ് ഭാഗത്തും അതുപോലെ ഇനിയിപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ കവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആ പൊട്ടിയ ഭാഗത്ത് മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, സൈഡ് ഭാഗത്തൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒഴിക്കാൻ നിർബന്ധമൊന്നുമില്ല, നമുക്കിതിങ്ങനെ അടുക്കടുക്കായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ബാറ്റർ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് തിരിച്ചും മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒന്നും കൂടി നന്നായി കുക്കാവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴമടുക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട്. കുറേ ലെയേഴ്സും അതിനുള്ളിലുള്ള ആ ഒരു പഴത്തിൻ്റെ ഫില്ലിങ്ങൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് 4 മണിക്ക് കഴിക്കാനൊക്കെ നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ആ മുട്ടയൊക്കെ നമ്മൾ അതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉൾഭാഗത്തുള്ള ഫില്ലിങ്ങും നല്ല ടേസ്റ്റ്, അതുപോലെ ആ ഒരു കവറിങ്ങും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഒത്തിരി പേർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. കാരണം കുറേ ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ ഒരു പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കഴിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.